നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബംഗളൂരുവിൽ മക്കൾക്ക് വിഷം നൽകി കൊലപ്പെടുത്തിയ ശേഷം സോഫ്റ്റ്വെയർ എഞ്ചിനീയറും ഭാര്യയും ആത്മഹത്യ ചെയ്തു. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജ് സ്വദേശികളായ അനൂപ് കുമാർ, ഭാര്യ രാഖി, മകൾ അനുപ്രിയ, പ്രിയാൻഷ് എന്നിവരാണ് മരിച്ചത്. ബംഗളൂരുവിലെ സോഫ്റ്റ്വെയർ കമ്പനിയിൽ കൺസൾട്ടന്റായി ജോലി ചെയ്യുകയായിരുന്നു അനൂപ്. തിങ്കളാഴ്ച രാവിലെ വീട്ടുജോലിക്കാരി എത്തി വിളിച്ചിട്ടും മറുപടിയില്ലാത്തതിനെ തുടർന്ന് അയൽക്കാരും പോലീസും നടത്തിയ പരിശോധനയിലാണ് കുടുംബത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുട്ടികൾക്ക് വിഷം നൽകിയ ശേഷം അനൂപും രാഖിയും തൂങ്ങി മരിക്കുകയായിരുന്നു. ഭിന്നശേഷിക്കാരിയായ മകൾ അനുപ്രിയയുടെ അസുഖവുമായി ബന്ധപ്പെട്ട് കുടുംബം മാനസിക പ്രയാസം അനുഭവിച്ചിരുന്നതായി ജോലിക്കാരി പോലീസിനെ അറിയിച്ചു. ഇതേ തുടർന്നാണ് ആത്മഹത്യയെന്നാണ് പ്രാഥമിക നിഗമനം. ദമ്പതികൾ വളരെ സന്തോഷത്തിലായിരുന്നുവെന്നും പുതുച്ചേരി യാത്രയ്ക്ക് ഇവർ തയ്യാറെടുത്തിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജ് സ്വദേശികളായ അനൂപ് കുമാർ ബംഗളൂരുവിലെ ഒരു സ്വകാര്യ കമ്പനിയിലെ സോഫ്റ്റ്വെയർ കൺസൾട്ടന്റായി ജോലി ചെയ്യുകയായിരുന്നു. വീട്ടുജോലിക്കും കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുന്നതിനുമായി 3 പേരെ അനൂപ് കുമാർ നിയമിച്ചിരുന്നു. തിങ്കളാഴ്ച രാവിലെയോടെയാണ് വീട്ടുജോലിക്കെത്തിയ സ്ത്രീ വീട്ടുകാരെ ബന്ധപ്പെടാൻ ശ്രമിച്ചത്. എന്നാൽ ഇവരെ എത്ര വിളിച്ചിട്ടും ഇവർ വാതിൽ തുറക്കാതെ വന്നതോടെയാണ് സമീപത്തുള്ള വീട്ടുകാരെ വിവരം അറിയിച്ചത്. പിന്നീട് പോലീസ് എത്തി നടത്തിയ പരിശോധനയിലായിരുന്നു 4 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. അനൂപും രാഖിയും ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് മക്കൾക്ക് വിഷം നൽകുകയായിരുന്നുവെന്നാണ് പോലീസ് പറഞ്ഞത്. ദമ്പതികളുടെ മൂത്ത കുട്ടിയായ അനുപ്രിയ ഭിന്നശേഷിക്കാരിയാണ്. ഇതുമൂലം കടുത്ത മാനസിക പ്രതിസന്ധിയിലായിരുന്നു ദമ്പതികളെന്നും വീട്ടുജോലിക്കാർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. തിങ്കളാഴ്ചയോടെ നേരത്തെ ജോലിക്ക് എത്തണമെന്ന് ദമ്പതികൾ ജോലിക്കാരോട് ആവശ്യപ്പെട്ടിരുന്നു. തിങ്കളാഴ്ച പോണ്ടിച്ചേരിയിലേക്ക് കുടുംബം യാത്ര ചെയ്യാനിരിക്കുകയാണെന്നും ഞായറാഴ്ച വരെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല എന്നും ജോലിക്കാർ പറയുന്നു. സംഭവത്തിൽ സദാശിവ നഗർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഞായറാഴ്ച ഇതിനായി സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തിരുന്നു. വീട്ടിൽ 3 പേരെയായിരുന്നു ദമ്പതികൾ സഹായത്തിനായി നിർത്തിയിരുന്നത്. കുട്ടികളെ നോക്കാൻ ഒരാളും ഭക്ഷണമുണ്ടാക്കാൻ 2 പേരും. ഇവർക്ക് 15,000 രൂപ വീതം ശമ്പളവും നൽകിയിരുന്നു. പോലീസ് അനൂപിന്റെ ലാപ്ടോപ്പും മൊബൈൽ ഫോണും പരിശോധിച്ചപ്പോൾ അർദ്ധരാത്രിയോടെ ജ്യേഷ്ഠൻ അമിതിന് ഇമെയിൽ അയച്ചിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. 2018-ൽ പ്രയാഗ്രാജിൽ പെട്രോൾ പമ്പ് തുടങ്ങാൻ മാതൃ സഹോദരൻ രാകേഷിന് 25 ലക്ഷം രൂപ കൊടുത്തിരുന്നുവെങ്കിലും ഇയാൾ ബിസിനസ് ആരംഭിച്ചിരുന്നില്ല. ഇതോടെ കൊടുത്ത പണം തിരികെ കിട്ടാതാവുകയും അനൂപിന് സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിട്ടതായും പോലീസ് പറയുന്നു. അനൂപിന്റെ ശമ്പളത്തിന്റെ ഭൂരിഭാഗവും 5 വയസ്സുള്ള ഓട്ടിസം ബാധിച്ച മകളുടെ ചികിത്സയ്ക്കായാണ് ചെലവഴിച്ചത്. സാമ്പത്തിക സമ്മർദ്ദം അദ്ദേഹത്തിന്റെ മാനസികാരോഗ്യത്തെ ബാധിച്ചതായി പോലീസ് പറയുന്നു. ഇത് ആത്മഹത്യയിലേക്ക് വഴിവെച്ചതാകാമെന്നും പോലീസ് നൽകുന്ന സൂചന. എന്നാൽ സംഭവസ്ഥലത്ത് നിന്ന് ആത്മഹത്യക്കുറിപ്പ് കണ്ടെടുത്തിട്ടില്ല എന്നും അസ്വാഭാവിക മരണത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു. അനൂപും രാഖിയും മക്കൾക്ക് വിഷം നൽകിയ ശേഷം തൂങ്ങി മരിച്ച് ആത്മഹത്യ ചെയ്തുവെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായതായി വാർത്താ ഏജൻസിയായ INS റിപ്പോർട്ട് ചെയ്യുന്നത്. യുപിയിലെ പ്രയാഗ്രാജ് സ്വദേശികളായ ഇവർ അനൂപ് കുമാറിന്റെ ജോലി ആവശ്യത്തിനായി ബംഗളൂരുവിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. തിങ്കളാഴ്ച രാവിലെ വീട്ടുജോലിയിൽ സഹായിയ സ്ത്രീ വീട്ടിലെത്തി പലവട്ടം വിളിച്ചിട്ടും പ്രതികരണമില്ലാതെ വന്നതോടെയാണ് അയൽക്കാരെ അറിയിച്ചത്. പിന്നീട് പോലീസ് വീട്ടിലെത്തി പ്രവേശിച്ചപ്പോൾ ദമ്പതികളുടെയും കുട്ടികളുടെ മൃതദേഹങ്ങളാണ് കാണാൻ കഴിഞ്ഞത്. സംഭവത്തിൽ സദാശിവനഗർ പോലീസ് അന്വേഷണം തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.